ഹായ് ഫ്രണ്ട്സ്, എൻജോയ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ട് വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് 1 സ്ക്വയറിൻ്റെ 1 ഫീറ്റ് നീളത്തിലുള്ള 4 പീസസ് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് 8.5 ഇഞ്ചസ് നീളത്തിൽ 2 പീസ് കൂടി നമുക്ക് വേണം. ഇതിൻ്റെ സൈസ് നമുക്ക് പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 8.5 ഇഞ്ചസ് നീളത്തിലെടുത്ത പീസ് നമുക്ക് ക്രോസ് ആയിട്ട് ജോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വശങ്ങളിലോട്ടൊരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് അധികമായിട്ട് വരും. ക്രോസ് സെറ്റ് ചെയ്ത് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ അത് വെൽഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ 1 ഫീറ്റിൽ കട്ട് ചെയ്ത 4 പീസുകളിലും ഒരു സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ഭാഗത്ത് ക്രോസ് വെച്ച് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് 90 ഡിഗ്രി സെറ്റ് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കുക. ശേഷം 4 കാലുകളും ഓരോന്നായി വെൽഡ് ചെയ്തെടുക്കുക. ജോയിൻറ്റുകളെല്ലാം നല്ല രീതിയിൽ വെൽഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. വെൽഡ് ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് ഹീറ്റ് ആവാതെ ശ്രദ്ധിക്കണം. ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾ ചെറുതായിട്ട് ബെൻഡായി പോകാനുള്ള സാധ്യതയുണ്ട്. 4 കാലുകളുടെയും മുകളിലും താഴെയും നമുക്ക് 1 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് ഉപയോഗിച്ച് അടച്ചെടുക്കാം. വെൽഡ് ചെയ്ത ഭാഗം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. വളരെ സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ സ്റ്റാൻഡാണിത്. ഈ സ്റ്റാൻഡ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓർഡർ അനുസരിച്ച് കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.